നമുക്കൊരു ഗെയിം കളിച്ചാലോ? പക്ഷെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, അതുകൊണ്ട് ഡെഫിനറ്റ്ലി സിത്താര ചേച്ചിക്ക് ഇഷ്ടാവും. തോറ്റു തുന്നമാണ്. ഇല്ല, കാരണം എന്താ പറയുക, അത്യാവശ്യം എല്ലാ പാട്ടുകളെ കുറിച്ചിട്ട് അറിയാം, പാട്ടുകളുടെ വരികളൊക്കെ ഓർമ്മയുള്ള ഒരാളല്ലേ. ഇപ്പൊ പറയണ്ട, കഴിഞ്ഞിട്ട് നമുക്ക് ബിൽഡപ്പ് വേണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഞാൻ ഇതില് വിഷ്വലില് കുറച്ച് വേർഡ്സ് ഷഫിൾ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ അത് വായിച്ചു നോക്കുമ്പോ ചേച്ചിക്ക് ഏതെങ്കിലും ഒരു മലയാള പാട്ടായിട്ട് ഒരു കണക്ഷൻ തോന്നും. അപ്പൊ അതങ്ങ് പാടുക. വളരെ സിമ്പിൾ, പല്ലവി ആയിരിക്കും കേട്ടോ. അപ്പൊ നോക്കാം, ഫസ്റ്റ് ഏതാണെന്ന് നോക്കാം. ശ്രാവണ സങ്കൽപ്പ തീരങ്ങളിൽ ഞാൻ മാഞ്ഞു തീരങ്ങളിൽ. കിട്ടിയാ? അടിപൊളി പാട്ടാണ് പ്രശ്നം. എങ്ങനെയെങ്കിലും ഞങ്ങക്ക് തോപ്പിക്കണമല്ലോ, അതാണ് ഞങ്ങളുടെ. അത് ഭയങ്കര ഡിസ്ട്രാക്ടിങ് ആ പാട്ടേ. ഏതാ നോക്കട്ടെ. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അതെ, ആ പാട്ടായിരുന്നു അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ മൂവിയിലെ സോങ് ആയിരുന്നു. നമുക്ക് ചുമ്മാ ഒന്ന് കേൾക്കാം. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അപ്പൊ ഈ സമയം കൊണ്ട് ആ ഒരു പാട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനിയുണ്ട്, ഇത് ഒരെണ്ണാണ് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട്. നമുക്ക് നോക്കാം അടുത്തത് എളുപ്പമായിരിക്കും എന്നുള്ളത്. മാവിളക്കുടിൽ പൈങ്കിളി കോകിലക്കിളി പാടടി, വീണ്ടും കിട്ടിയ പൂങ്കുഴൽ മഴക്കാർ നിറക്കിളിയോതടി. മാവിളക്കുടിൽ പൈങ്കിളി കിളി കോകിലക്കിളി പാടടി. കിട്ടിയാ? മാച്ച് കളഞ്ഞു. പക്ഷെ പാട്ട് കിട്ടി. എന്നാ പാടിക്കോ. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും താരാരാര, ആകാശം കാണുമ്പോൾ താരാരാര. അപ്പൊ അതിന് ആൻസർ പറഞ്ഞിരിക്കണം, നമുക്ക് അതൊന്ന് കേൾക്കാം. അടുത്തൊരു പാട്ടിനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ, തോൽക്കും. ഇനിയിപ്പോ ഇത് തോപ്പിക്കാനുള്ള പരിപാടി അതുകൊണ്ട് നോക്കാം. എന്തായാലും അടുത്ത പാട്ട് നോക്കാം. മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമോളും പാട്ടിൻ പേരെന്ത്? വെള്ളിമേഘത്തേരിൽ വന്നിറങ്ങും പ്രാവുകൾ കൂടുവയ്ക്കാൻ തേടും കുളിരേത്. ശരിയാണോന്നറിയില്ല, പഴയ ലിപിയൊക്കെയോ. പാടി നോക്കട്ടെ, മൊത്തം പാടിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചില അക്ഷരങ്ങൾ കണ്ടില്ല, ഞാൻ തപ്പുമായിരുന്നു, പക്ഷെ അപ്പോഴേക്കും മാഞ്ഞുപോയി. മഞ്ഞുമാസപക്ഷേ മണിത്തൂവൽ കൂടുണ്ടോ, മൗനം പോക്കും നെഞ്ചിൽ മൂളം തണ്ടിൽ പാട്ടുണ്ടോ, മഞ്ഞുമാസപക്ഷേ മണിത്തൂവൽ കൂടുണ്ടോ. അത് തന്നെയാണ്. അപ്പൊ മൂന്നെണ്ണത്തിന് വളരെ ശരിയായിട്ട് ആൻസർ പറഞ്ഞിരിക്കണം. ആ പാട്ടും കൂടി ഒന്ന് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ഉണ്ടോ. ഞാൻ വിചാരിച്ചു ചിലപ്പോ പറയില്ലായിരിക്കും. മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ. അടിപൊളി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഇനിയും എന്തായാലും സിമ്പിൾ ആയിരിക്കും, വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ. നോക്കാം. ഇത് കിട്ടിയില്ല, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അതിന് മുമ്പേ മാഞ്ഞുപോയി. മൗനം മലരായി. മലരായിക്ക് പകരം വേറെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പാട്ടാണ് പ്രശ്നം, ബാക്കപ്പ് പ്ലേ ചെയ്യണം. എനിക്ക് അറിഞ്ഞു, എനിക്ക് കിട്ടണില്ല. തോറ്റു. സമ്മതിച്ചു, തോറ്റു. മൗനം
സ്വരമാ. അതാ ഞാൻ പാടാൻ വന്നേ. എപ്പോ പാടാൻ വന്നു? പക്ഷെ മലരായിന്ന് പാടി മലരായി പാട്ട് ഇതാ ഞാൻ ഉദ്ദേശിച്ച ഞാൻ. വിചാരിക്കും മലരായി. പക്ഷെ സ്വരം കണ്ടില്ല ഞാൻ അതിനകത്ത്. സ്വരം ഏറ്റവും അടിയിലായിരുന്നു. തോറ്റുപോയി. ശ്ശേ. ഓട്ടെ സാരില്ല. ജയിക്കണോ തോൽക്കണോ? തോറ്റു ഞാൻ. തോറ്റു. തോറ്റു. പക്ഷെ പാടാ വേണമെങ്കിലും അല്ലേ? ആ പാടിക്കോ പാടിക്കോ, അല്ലെങ്കിൽ ഞാൻ പാടി മൊത്തം കൊളാവും. മൗനം സ്വരമാ ഈ പൊൻവീണയിൽ ജന്മം സഫലം. ഞാൻ തോറ്റു. തോറ്റ് തൊപ്പിട്ടു എന്നാണ് പറഞ്ഞത്. മലരായി ഈ കൈക്കുണ്ടിലിൽ. ഒന്നൂടെ. മൗനം സ്വരമായി ഈ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ.